പ്രഭാസ് വെജി വേൾഡ്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പി കൂടിയാണ്. ഒരു സിമ്പിൾ ജീര റൈസും പിന്നെ ഒരു പഞ്ച്മീൽ ദാലും. പഞ്ച്മീൽ ദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ദാലുകളുടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ കണ്ടു നോക്കൂ. വളരെ ഈസി ആയിട്ട് ജോലിക്കാർക്കും അതുപോലെ തന്നെ ചില ലേസി ഡേയ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി. നമ്മൾ ആദ്യം ഒരു ജീര റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ജീര റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു 2 ടീസ്പൂണോളം ഗീ ഇട്ട് കൊടുക്കാം. ഗീ കുറച്ച് നല്ലവണ്ണം ഉണ്ടാവണം, എന്നാലേ ജീര റൈസ് നന്നാവുള്ളൂ. നെയ്യ് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീര റൈസ് ആയതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി ഇടുന്നത്. അത് ജീരകം നന്നായി പൊട്ടണം. പൊട്ടിയതിന് ശേഷം മാത്രം നമുക്കൊരു 2 ടീസ്പൂണോളം ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിൽ ഒനിയനൊന്നും ഞാൻ ഇടുന്നില്ല ഈ റെസിപ്പിയിൽ. ഇനി ഒരു 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്യണം. ആ ഗാർലിക്കും പച്ചമുളകും ഒക്കെ നന്നായിട്ട്, വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഈ ജീരകത്തിന്റെ കൂടെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ഇപ്പൊ തന്നെ വരും കേട്ടോ അതിന്. ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വെച്ച ചോറിട്ട് കൊടുക്കാം. 500 ml കപ്പിന് 1 കപ്പ് റൈസാണ് ഞാൻ വേവിച്ചത് കേട്ടോ. ബസ്മതി റൈസ് വേവിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബസ്മതി റൈസ് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരു ഉപ്പിട്ട് കൊടുത്ത് വേവിച്ചു കഴിഞ്ഞാൽ അധികം ഉടയാതെയും പോകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് കുറച്ച് ഗീയും കൂടി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നമുക്ക് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലവണ്ണം ഫ്ലേവർ ഒക്കെ ഇറങ്ങും. ഇതിൽ ഒനിയൻ ഇല്ല എങ്കിലും യാതൊരു ടേസ്റ്റ് വ്യത്യാസവുമില്ല. ജീര സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ഒക്കെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി അതുമാതിരി തന്നെ ഈസി ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ജീര റൈസ് റെഡിയാണ്. ഇനി നമുക്ക് ദാൽ ഉണ്ടാക്കാം. പഞ്ച്മേൽ ദാൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കുക്കറിലേക്ക് ഒരു 1/2 കപ്പിന്റെ കപ്പിന് 250 ml കപ്പിന് 1 കപ്പ് മിക്സ് ചെയ്തിട്ടുള്ള 5 തരത്തിലുള്ള ദാലുകൾ മിക്സ് ചെയ്തതിനാണ് പഞ്ച്മേൽ ദാൽ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ തോരപ്പരിപ്പും കടലപ്പരിപ്പും മസൂർ ദാലും പിന്നെ കുറച്ചും ചെറുപയർ പരിപ്പിന്റെ ദാലും പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി മിക്സ് ആയതാണ്. ഇതിനെ നന്നായി നമുക്കതിനെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇതെനിക്ക് വാങ്ങിച്ചു കിട്ടിയതാണ് കേട്ടോ. ഇവിടെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമില്ലെന്ന്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചിയുടെ അളവ് കൂടുതൽ വേണ്ട കേട്ടോ. പിന്നെ ഒരു 3 ഗാർലിക്കിനെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ചതച്ചിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്കിതിന് കിട്ടും. ഒരു 2 പച്ചമുളകിനെ കീറിയിടാം. പിന്നെ ഒരു 1/2 കപ്പ് ഒനിയൻ ഞാൻ ഹാഫ് ഇത് കട്ട് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് ചെറുതായി കട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായും കട്ട് ചെയ്യാം. 1 കപ്പ് ടൊമാറ്റോവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ ഞാൻ ഹാഫ് ഇത് കട്ട് ചെയ്തിട്ട് അത്രയും ഒരുപാട് ചെറുതായിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വേവിക്കുമ്പോൾ ഇതിലുള്ള ഉള്ളിയും പച്ചമുളകിന്റെയും തക്കാളിയുടെയും ഒക്കെ ഒരു ഫ്ലേവർ ചേർന്ന് ഇതൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതിന് എരിവുള്ളതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട്, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 വിസിൽ വരുത്തുന്നവരെ വേവിക്കാം. ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന ദാലാണ് കേട്ടോ. അപ്പം നമ്മുടെ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രഷറൊക്കെ പോയി കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം പോരായെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനെ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പം നല്ല തിന്നായിട്ടുള്ളൊരു കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിക്കണം. ഇതിലെനിക്ക് കുറച്ച് ദാലൊക്കെ കടിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മാഷ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇതിൽ ഉപ്പ് പോരായെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് തടുക്ക ചെയ്യുമ്പിടാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇതിങ്ങനെ കിടന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ ദാൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം വെന്ത് നല്ലവണ്ണം ഉപ്പും എരിവും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തടുക്ക ചെയ്യാം. തടുക്ക ചെയ്യാനായിട്ട്, തടുക്ക പറഞ്ഞാൽ വറുത്തിരുന്നതാണ് കേട്ടോ. തടുക്ക ചെയ്യാനായിട്ട് 1 ടീസ്പൂണോളം നെയ്യിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ
ജീരകമേ ഇടുന്നുള്ളൂ. നല്ല ജീരകം ഒരുപാട് വേണ്ട, കാരണം നമ്മൾ ജീര റൈസിന്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഗാർലിക് നല്ലോണം ചൂടാവണം. അതിലേക്ക് ഒരു 2 ചുവന്ന മുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി സോട്ടാവണം കേട്ടോ. നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ചെറിയ ഉള്ളിയാണ് ഞാൻ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത്. അതിനെ നല്ല ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇത് നന്നായി ഒന്ന് ആവട്ടെ. കണ്ടോ, നല്ല ഇതും കൂടി ആകുമ്പോഴേക്കും ആ ദാലിന്റെ ഫ്ലേവർ ഒരു വേറെ ലെവലിലായിരിക്കും കേട്ടോ. അത്രയും ടേസ്റ്റും അത്രയും ഡിഫറെന്റ് ആയിട്ട്. എന്നാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് രണ്ടും ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ ഈ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ട ഉടനെ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിനെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇപ്പോൾ ഇടാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് ദാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ തന്നെ കണ്ടോ നല്ലൊരു ഫ്ലേവർ വരും ഇതും കൂടി ആകുമ്പോഴേക്കും. ഇനി കുറച്ച് മല്ലിയുടെ ഇലയും കൂടി നമുക്ക് തൂവി കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് മുകളിൽ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പർ ആയി കേട്ടോ. നമ്മുടെ പാഞ്ച്മേൽ ദാല് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം ഈ ജീര റൈസും പാഞ്ച്മേൽ ദാലും. ഓഫീസിൽ പോകുന്ന സമയത്ത്, അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു ലേസി ആയിട്ടുള്ള ഒരു ഡേയിലൊക്കെ വളരെ പെട്ടെന്ന് എന്നാൽ ടേസ്റ്റി ആയിട്ട് പോഷക സമൃദ്ധമായി തന്നെ ഇത് കഴിക്കാം കേട്ടോ. വളരെ ടേസ്റ്റാണ്. ഉണ്ടാക്കുന്നത് സിമ്പിൾ ആണെങ്കിലും നല്ല പവർഫുൾ റെസിപ്പിയാണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടുവെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പറ്റുമെങ്കിൽ ഷെയർ ചെയ്യും കൂടി ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.